എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRC ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് ഇൻവെർട്ടർ വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പവർ ഓൺ ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. പക്ഷേ ഇതിന് അകത്തുള്ള പവറും കാര്യങ്ങളൊക്കെ പവർ സപ്ലൈയും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നമ്മളിത് കൊടുത്ത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടത്തെയുള്ള ലൈറ്റെല്ലാം കത്തി കിടക്കും. പക്ഷേ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റെല്ലാം കത്തിക്കിടക്കും. പക്ഷേ ഈ പവർ സ്വിച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഒന്ന് പവർ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് പവറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ലൈനിലാണ് നമ്മൾ പവറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് കണ്ടോ, ഈ ഡയലിലെ LED കത്തിക്കിടപ്പുണ്ട്. പിന്നെ ഈ സൈഡിൽ വരുന്ന LEDകളെല്ലാം കത്തിക്കിടപ്പുണ്ട്. ഇവിടുത്തെ എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ കത്തിക്കിടപ്പുണ്ട്. നമ്മൾ എത്രത്തോളം പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് പവർ ഓൺ ആകുന്നില്ല. അതിൻ്റെ ബീപ്പ് ശബ്ദവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. ഇതാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതെങ്ങനെ റിപ്പയർ ചെയ്യാം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഞാൻ പവർ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം വരാൻ കാര്യം എന്ന് പറയുന്നത് ബോർഡിൽ ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ടിട്ടാണ്. അതായത് ബോർഡിൻ്റെ പ്രിൻറ്റിൽ ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. ഇത് നമുക്ക് സാംസങ്ങിന് മാത്രമല്ല, LGയിലായിരുന്നാലും മറ്റുള്ള വാഷിംഗ് മെഷീനായിരുന്നാലും ഇങ്ങനെ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത്, ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്നത് ആ ബോർഡിൽ പ്രിൻ്റ് ലീക്കേജ് വരുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്ന രീതി സെഗ്മെൻ്റ് ആൻഡ് സ്വിച്ചിങ് രീതിയിലാണ് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഈ LED കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ഹൈ സ്പീഡ് ക്ലോക്ക് ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ പ്രിൻ്റ് ലീക്കേജ് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ പ്രിൻ്റുകൾ തമ്മിലുണ്ടാകുന്ന കോണ്ടാക്റ്റുകൾ തമ്മിൽ ആണ് ഈ ഒരു ലീക്കേജ് സംഭവിക്കുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ലീക്കേജ് സംഭവിക്കാൻ കാരണം ഇതിൽ ഒന്ന് ഈർപ്പം തട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ പാറ്റ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോർഡിനെ സംബന്ധിച്ച് ഇതിൽ ഒരുപാട് പാറ്റ കയറി അതിൻ്റെ മുട്ടയും അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്നത്. കാര്യം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നോക്കിയപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ ഇവിടെ ഇതിൻ്റെ ഈ ഒരു അടിഭാഗത്ത് ഇതൊക്കെ ഈ അഴുക്കെല്ലാം കാണുന്നുണ്ടോ, ഇതെല്ലാം ഈ പാറ്റയുടെ വേസ്റ്റാണ്. അപ്പോൾ ഈ പാറ്റയുടെ വേസ്റ്റ് ഇരുന്നിട്ടാണ് നമുക്കിതിനകത്ത് മോയ്സ്ചർ ഉണ്ടാവുകയും ആ പ്രിൻ്റുകളിൽ ക്ലാവ് പിടിക്കുകയും ആ പ്രിൻ്റിൽ ലീക്കേജ് സംഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോർഡൊന്ന് അഴിച്ചെടുക്കാം. ഇത് ടച്ച് സെൻസർ ഉണ്ട്. ടച്ച് സെൻസറിൻ്റെ കണക്ഷനാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകം ഇരിക്കുന്നത് മൊത്തം പാറ്റ കയറിയിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഒരു സൈഡ് മുഴുവനും ഇത് പാറ്റേൻ്റെ ആ ഒരു വേസ്റ്റ് മോയ്സ്ചർ നിന്നിട്ട് ഡാമേജസ് ആയിട്ടിരിക്കുന്നതാണ്. ആ പ്രിൻ്റ് മുഴുവനും ക്ലാവ് പിടിച്ച് ഡാമേജസ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ തുരുമ്പെടുത്തിട്ടുള്ള കണക്ഷനും കാര്യങ്ങളും ക്ലാവ് പിടിച്ചിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ പരിപാടി. ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിന് ചുരണ്ടി അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം പ്രിൻ്റ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അവിടുത്തെ ആ വേസ്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റുകളെല്ലാം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കൂടെ പുതിയതായിട്ട് നമ്മൾ ഒരു സോൾഡറിങ് ചെയ്യുക. പുതിയൊരു ലെയർ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് പിന്നീടും നമുക്ക് ഒത്തിരി കൂടെ ലൈഫ് ഉണ്ടാവും. പിന്നീട് നമ്മൾ സോൾഡർ ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ആ പ്രിൻ്റ് പിന്നെയും ക്ലാവ് പിടിച്ചിട്ട് ഇതാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത്, ആ പ്രിൻറ്റിൻ്റെ മുകളിൽ കൂടെ സോൾഡർ ചെയ്യുന്ന സമയത്ത് ഈ പ്രിൻറ്റിൽ ഇച്ചിരി കൂടെ ആ കട്ടി കിട്ടും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് ദ്രവിച്ച് പോകത്തില്ല, നമുക്ക് കുറച്ചുകൂടെ ലൈഫ് കിട്ടും. അല്ലാതെ നമ്മൾ വെറുതെ ക്ലീൻ ചെയ്ത് മാത്രം വിടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിൻ്റ് പെട്ടെന്ന് ക്ലാവ് പിടിച്ചിട്ട് പിന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, പിന്നെയും റിപ്പീറ്റ് കംപ്ലൈൻ്റ് ആകും. ഓക്കെ, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടെ വീണ്ടും ലീക്കേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് UV ഇങ്ക് ഇതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതൊന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി കൂടെ പെട്ടെന്ന് ഒരു ലീക്കേജും കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇത്രയും ഭാഗം ക്ലീൻ ചെയ്ത് ആ പ്രിൻ്റ് ചുരണ്ടി എടുത്തിട്ട് അതിൽ ലെഡ് പുതിയ ലെഡൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്, ഇത് സമയമെടുക്കും ഇതൊന്ന് എല്ലാം ക്ലിയർ ചെയ്ത് വരാൻ. അപ്പോൾ അത്രയും നേരം നമ്മളത് നോക്കിയിരിക്കണ്ട. അപ്പം ഞാനിതൊന്ന് ക്ലിയർ ചെയ്ത് മാസ്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഈ ഭാഗമൊക്കെ ചുരണ്ടി പുതിയ ലെഡൊക്കെ അടിച്ച് ഇവിടുത്തെ ഈ തുരുമ്പെടുത്തിരിക്കുന്നതൊക്കെ മാറ്റി അവിടെ പുതിയ പ്രിൻ്റൊക്കെ പുതിയ ജമ്പറൊക്കെ ഇട്ട് ഇതൊക്കെ എല്ലാം ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഈ തുരുമ്പെടുത്തിട്ടുള്ള ക്ലാവ് പിടിച്ചിട്ടുള്ള പ്രിൻ്റുകളെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവിടെ ഫ്രഷ് ആയിട്ടുള്ള സോൾഡറിങ് ചെയ്തിട്ടുണ്ട്. സോൾഡറിങ് ചെയ്യുമ്പോഴത്തേക്കും ബ്രിഡ്ജിങ് വരാൻ പാടില്ല. ബ്രിഡ്ജ് വരാത്ത രീതിയിൽ നമ്മൾ ഇതേ കണക്ക് സോൾഡർ ചെയ്ത് ഇടുക. ഈ ഒരു സൈഡും പിന്നെ ഈ ഒരു സൈഡിലും നല്ല ക്ലാവ് പിടിച്ചിട്ടുള്ള ഡാമേജസ് ഉണ്ടായിരുന്നു, അത് രണ്ടും ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ പലയിടത്തായിട്ട് ചെറിയ ചെറിയ ക്ലാവ് ഡാമേജസുകളും ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പവറിൻ്റെ കണക്ഷൻ അതിൻ്റെ ബാക്കിലെ ബോർഡുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ മാറിയിട്ടില്ല. ഇവിടെയും രണ്ട് ലൈറ്റുകൾ ഇനിയും നിൽക്കുന്നുണ്ട്, അപ്പോൾ ലീക്കേജ് ഇനിയും ഉണ്ട്. ഓക്കെ, നമുക്കിതിന് ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓണായിട്ടുണ്ട്. സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. പ്ലേ ബട്ടൺ ഓഫ്, പവർ ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ പ്ലേ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് വർക്ക് ചെയ്യാത്തതെന്ന് നോക്കാം. പിന്നെ ഈ ഒരു ലീക്കേജും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ പുറമെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇതിനകത്ത് ഈ ഒരു സൈഡിലുണ്ട്, പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഡാമേജസ് ഉണ്ട്, ഇവിടെ ഡാമേജസ് ഉണ്ട്. ഇതും കൂടെ ക്ലിയർ ചെയ്ത് പ്ലേ ബട്ടണും കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലോട്ട് മാറ്റിയിട്ട് വരാം. ഇപ്പോൾ രണ്ടാമത് ഞാൻ ലീക്കേജ് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രിൻറ്റും കാര്യങ്ങളും എല്ലാം നോക്കി LED-കളെല്ലാം ചെക്ക് ചെയ്തു. LED-കളെല്ലാം ചെക്ക് ചെയ്തതിൽ 2 LED-യിൽ ഷോർട്ടിങ് ഉണ്ടായിരുന്നു. ഷോർട്ടിങ് എന്ന് പറഞ്ഞാൽ ഓംസിൽ കാണിച്ചിരുന്നു, അത് രണ്ടും മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റാർട്ട് ബട്ടൺ കംപ്ലൈൻ്റ് ആയിരുന്നു, അപ്പോൾ ഈ സ്റ്റാർട്ട് ബട്ടണും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ട് ബട്ടൺ വർക്ക് ചെയ്യില്ലായിരുന്നു, അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ ഞാനിപ്പോൾ വേറെ ഒരു ടൈപ്പ് സ്റ്റാർട്ട് ബട്ടൺ ഈ സെയിം ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരേ ഹൈറ്റിൽ വരുന്ന സ്റ്റാർട്ട് ബട്ടണുകളാണ്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 2 LED മാറിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ലീക്കേജ് പൂർണ്ണമായിട്ടും ഒരു 100% ആ ലീക്കേജ് മാറിയിട്ടില്ല. ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും LED-കൾ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പവർ കൃത്യമായിട്ട് പവർ ഓൺ ആവുന്നുണ്ട്. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സ്റ്റാർട്ടിങ്ങും ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു നമ്മൾ ഈ അടിച്ചിരിക്കുന്ന എല്ലാത്തിലും മാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് തിരിച്ച് അത് ക്ലാവ് പിടിച്ച് നശിച്ച് വരികയാണിട്ട് നമുക്ക് ഇത് UV സോൾഡർ മാസ്ക് എന്ന് പറയും. ഈ മാസ്ക് ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം അടിച്ച് ക്ലിയർ ചെയ്യണം.
നമ്മൾ ചുരണ്ടി വൃത്തിയാക്കിയ സൈഡുകളിലെല്ലാം UV മാസ്ക്, സോൾഡർ മാസ്ക് തേച്ചിട്ടുണ്ട്. ഈ സൈഡും വേറെ ഡോട്ടുകൾ വന്നിടത്തൊക്കെ എല്ലാം ഈ പ്രിൻ്റ് നമ്മൾ ചുരണ്ടിയെടുത്ത് എല്ലായിടത്തും UV മാസ്ക് തേച്ചിട്ടുണ്ട്. ഇനി ഇത് എക്സ്പോസ് ചെയ്യണം. എക്സ്പോസ് ചെയ്താൽ മാത്രമേ അത് ഹാർഡാകത്തുള്ളൂ. ഇതെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് UV ലാമ്പ് ഉപയോഗിച്ചിട്ട് ഇത് എക്സ്പോസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ UV ലാമ്പ്. LED ആണിത്. ഇങ്ങനെ കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴത്തേക്കും ലൈറ്റിൻ്റെ വെട്ടം കൊണ്ട് അത് മൊത്തം ഹാർഡായിട്ട് മാറും. അതിനുശേഷം നമുക്കിത് പഴയത് കണക്ക് തന്നെ സെറ്റ് ചെയ്ത് നമുക്കിത് കസ്റ്റമറിന് റിട്ടേൺ കൊടുക്കാം. പെട്ടെന്നൊന്നും വലിയ ഡാമേജസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എല്ലാ ഏരിയയിലും നമുക്കിത് കണക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കണക്ക് ക്ലാവ് പിടിച്ച് പോകുന്ന ഏരിയയിൽ മാത്രം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ അതിനൊരു ലൈഫ് ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഇതിൽ കൂടുതൽ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ബോർഡ് ഇപ്പോൾ തന്നെ ഓൾറെഡി റണ്ണിങ്ങിൽ വർക്കിംഗ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് ഒക്കെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.